കോഴിക്കോട് ഏലത്തൂരിൽ ടിപ്പർ ലോറിയുമായി കൂട്ടിയിടിച്ച് സ്വകാര്യ ബസ് മറിഞ്ഞു. നിരവധി യാത്രക്കാർക്ക് പരിക്കുപറ്റി. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നു. രാഹുൽ, ഇത് അപകടം സംഭവിച്ചത് എപ്പോഴാണ്? അപകട കാരണം സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ നമുക്ക് വിവരം ലഭിച്ചോ? മൗത്തി, പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. അതിൽ ചിലരെ ഇതിനു മുൻപ് തന്നെ മറ്റ് ആശുപത്രികളിൽ എത്തിച്ച ചികിത്സ നൽകിയതിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആകെ 56 പേർ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 3 പേർക്കാണ് സാരമായ പരിക്ക്. അതായത് വലിയ പരിക്കില്ല എന്നത് ആശ്വാസകരമായി നിൽക്കുന്ന കാര്യമാണ്. കാരണം സ്വകാര്യ ബസ് ടിപ്പർ ലോറിയിൽ ഇടിച്ചാണ് മറിഞ്ഞത്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത്. വടകര ഭാഗത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ് ബിൽസാജ് ബസ് ടിപ്പർ ലോറിയിൽ ഇടിച്ച് മറിയുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ കൃത്യസമയത്ത് തന്നെ രക്ഷാപ്രവർത്തനം, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, നാട്ടുകാർ പെട്ടെന്ന് ഫയർഫോഴ്സ് എത്തി, പോലീസ് എത്തി, അങ്ങനെ രക്ഷാപ്രവർത്തനം നടത്തിയാണ് ആളുകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കൂടുതൽ ആളുകളും ചികിത്സയിലുള്ളത്. അതിനു മുൻപ് സ്വകാര്യ ആശുപത്രികളിലും ഒക്കെ എത്തിച്ച് ചികിത്സ നൽകിയതിന് ശേഷമാണ് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്തിട്ടുള്ളതും. ഇതിൽ 3 പേർക്കാണ് സാരമായി തന്നെ പരിക്കുള്ളത്. കൈക്ക് പൊട്ടലേറ്റിട്ടുണ്ട്, അങ്ങനെ തലയ്ക്ക് പരിക്കുണ്ട്, അങ്ങനെയൊക്കെയാണ് പരിക്ക്. രാവിലെ 8 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. എലത്തൂരിലെ പെട്രോൾ പമ്പിന് സമീപത്താണ്. അപകടത്തെ തുടർന്ന് കുറേ നേരം, അരമണിക്കൂറോളം നേരം ദേശീയപാതയിൽ ഗതാഗതവും തടസ്സപ്പെട്ടു നിന്നു. അതിനുശേഷം വാഹനം ഇവിടെ നിന്ന് ബസ് റോഡ് സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഫയർഫോഴ്സ് റോഡ് കഴുകിയതിന് ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. മൊത്തം സ്ഥലത്ത് ഇപ്പോൾ അധികൃതരൊക്കെ എത്തിയിട്ടുണ്ടോ? പോലീസും മറ്റ് സംഘാംഗങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ടോ? പരിശോധനകൾ നടക്കുകയാണോ? എന്താണ് ഇപ്പോൾ സ്ഥലത്തെ അവസ്ഥ? സ്ഥലത്ത് നിലവിൽ സ്ഥിതിഗതികളെല്ലാം തന്നെ ശാന്തമാണ്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലായി ജോലി സ്ഥലത്തേക്കും ഒക്കെ പോകുന്ന സമയമായതുകൊണ്ട് നിരത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്താണ് അപകടം സംഭവിച്ചതും. കൃത്യസമയത്ത് തന്നെ എല്ലാവരും ഇടപെട്ടു. നാട്ടുകാരായാലും ഫയർഫോഴ്സ് ആയാലും പോലീസുമൊക്കെ ഇടപെട്ട് രക്ഷാപ്രവർത്തനം നടത്തി. ഒപ്പം തന്നെ ഈ ബസ് നേരെ റോഡിന് കുറുകെയാണ് ബസ് മറിഞ്ഞിരുന്നത്. അത് ഇപ്പോൾ സൈഡിലേക്ക് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞു. ടിപ്പർ ലോറി റോഡിന് സൈഡിൽ തന്നെയാണ് മറിഞ്ഞിരുന്നത്. എല്ലാവരെയും കൃത്യസമയത്ത് ആശുപത്രിയിലേക്കും എത്തിക്കാൻ കഴിഞ്ഞു. കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്ന് മോട്ടോർ വാഹന വകുപ്പായാലും പോലീസായാലും പറയുന്നുണ്ട്. ഈ അപകടത്തിൻ്റെ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഈ വിധത്തിൽ അപകടം സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ഒരു കാരണം എന്താണെന്ന് ഈ സമയത്ത് വ്യക്തതയില്ല. കൂടുതൽ പരിശോധനയ്ക്ക് ശേഷമാണ് ആ കാര്യത്തിലും എന്താണ് അപകട കാരണമെന്ന് കണ്ടെത്താനും കഴിയുക. ശരി രാഹുൽ, ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു പ്രദേശവാസിയുടെ, ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം ലഭ്യമാണ്. അതിലേക്ക്. സംഭവം 30 സംഭവം നടക്കുന്നത്. മറ്റേത് മെഡിക്കൽ കോളേജ് കണ്ണൂരിൽ നിന്ന് വരുന്ന ബസ്, അത് സ്പീഡാണ്. മറ്റേ ടിപ്പർ ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്നല്ലേ. അപ്പോൾ ഐഡിയും പോലെ വെട്ടിക്കലിനാണ് മറിഞ്ഞു പോയത്. അപ്പോൾ ചില്ലറ പരിക്കുണ്ട്. പിന്നെ ഓല് മെഡിക്കൽ കോളേജ് ബസ്സേയും കൊണ്ട് കൈ പൊട്ടിയ പ്ലാസ്റ്റിക് ആൾക്കാരൊക്കെ ഉണ്ട് ബസ്സിൽ. ഓലെ കൈ വീണ്ടും പൊട്ടി. അങ്ങനെ എല്ലാം പടിയിട്ട് വണ്ടി കയറ്റി വിട്ട്. ബസ് കുറച്ച് സ്പീഡാണ്. ബസ്സായിരത്താണ് 100% തെറ്റ്. വളരെ സ്പീഡും നാളത്തെ ഈ വളവുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അതിൻ്റെ സ്പീഡൊന്ന് കുറച്ചാൽ വളരെ സുഖം. രാഹുൽ കെ വി തുടരുന്നുണ്ട്. രാഹുൽ ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? അവിടെ പരിക്കേറ്റവരുടെ ആരോഗ്യ സ്ഥിതിയെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? തീർച്ചയായും. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ 56 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. ആദ്യം 23 പേരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അതായത് നേരെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് നേരെ മെഡിക്കൽ കോളേജിലേക്ക് 23 പേരെ കൊണ്ടുവന്നു. ബാക്കിയുള്ളവരെ ബീച്ച് ജനറൽ ആശുപത്രിയിൽ അതുപോലെ സ്വകാര്യ ആശുപത്രികളിലേക്കൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. അവിടെ ചികിത്സ നൽകിയതിന് ശേഷം ബാക്കിയുള്ളവരെയും കൂടി ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ 56 പേർ നിലവിൽ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 3 പേർക്കാണ് സാരമായ പരിക്ക് ഉള്ളതെന്നതാണ്. കൈക്ക് പൊട്ടൽ, തലയ്ക്ക് പരിക്ക്, അങ്ങനെ സാരമായ പരിക്കുള്ള 3 പേരാണ് ഉള്ളത്. ബാക്കിയുള്ളവർക്ക്
നിസ്സാരമായ പരിക്കുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് ആശുപത്രി അധികൃതരും അറിയിക്കുന്നത്. എന്ത് തന്നെയായാലും വളരെ ആശ്വാസവും അത് തന്നെയാണ്. കാരണം വലിയൊരു സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ രാഹുൽ, അതായത് 56 പേർ ഒരു സ്വകാര്യ ബസ്സിൽ കൊള്ളുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഖ്യയായി തോന്നുന്നില്ല. സീറ്റിംഗ് കപ്പാസിറ്റിയേക്കാൾ എത്രയോ അധികം ആളുകൾ ആ ബസ്സിൽ ഉണ്ടായിരുന്നതായി വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും ബസ്സിൽ നല്ല തിരക്കുണ്ടായിരുന്നു. സീറ്റിംഗ് കപ്പാസിറ്റിക്ക് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഈ കണക്കിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതുതന്നെയാണ് രാവിലെ സമയത്താണ് നല്ല തിരക്കുള്ള സമയമാണ്. സ്വകാര്യ ബസ്സുകളിലൊക്കെ ആയാലും ഈ രാവിലെ പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആളുകൾ, ഓഫീസുകളിലേക്കൊക്കെ ജോലിക്കായി പോകുന്ന ആളുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പരിക്കേറ്റവരുടെ പേര് വിവരങ്ങളൊക്കെ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിലെത്തി നമ്മൾ എത്ര പേർക്ക് പരിക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ നൽകിയ കണക്കാണ്. അതിൽ 3 പേർക്ക് സാരമായ പരിക്കുണ്ടെന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അത്ര പ്രശ്നങ്ങളില്ല എന്നുള്ളത് കൂടിയാണ്. അതുതന്നെയാണ് വലിയ ആശ്വാസകരമായ കാര്യവും. എന്തു തന്നെയായാലും ഈ ബസ്സിൽ സിറ്റിംഗ് കപ്പാസിറ്റിക്ക് മുകളിൽ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ വേണം അനുമാനിക്കാൻ. ഇനി അപകടത്തിൻ്റെ കാരണമാണ് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. അത് സംബന്ധിച്ച് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന ഉണ്ടാകും, പോലീസിൻ്റെയും പരിശോധന ഉണ്ടാകും എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ ദൃക്സാക്ഷിയുടെ വാക്കുകൾ കൂടി എടുക്കുകയാണെങ്കിൽ ബസ് ഒരല്പം വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്, അമിത വേഗതയിലായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ബസ് വടകര ഭാഗത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ബസ്സാണ്. ദേശീയപാതയാണ്. സ്വകാര്യ ബസ്സുകളൊക്കെ വലിയ അമിത വേഗത്തിൽ തന്നെ സാധാരണയായി പോകുന്ന ഒരു പാത കൂടിയാണ്. എന്തായാലും അപകടത്തിൻ്റെ കാരണം കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനൊപ്പം ഏറ്റവും ആശ്വാസകരമായ കാര്യം, വലിയൊരു അപകടം നടന്നു, ആളുകൾക്ക് വലിയ പരിക്കുകളില്ല. ഇത്രയും ആളുകൾക്ക് പരിക്കേറ്റിട്ടും അതിൽ സാരമായി പരിക്കുള്ള അതുതന്നെയാണ് വളരെ ആശ്വാസകരമെന്ന് പറയുന്നത്. ഇത്രയധികം ആളുകളെ തിങ്ങി ഞെരുങ്ങി കൊണ്ടുപോയിരുന്ന ഒരു ബസ് കുറച്ച് വേഗത്തിലായിരുന്നു ബസ് എന്ന് സാക്ഷി പറയുന്നു. അതിൽ ഇത്രയുമൊക്കെ ആയിട്ടും വലിയ പരിക്കുകളില്ലാതെ ആർക്കും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ കാര്യം. അപ്പോഴും 3 പേർക്ക് കുറച്ച് സാരമായ പരിക്കുകളുണ്ട് എന്ന് പറയുന്നു. അത് എത്രയും പെട്ടെന്ന് ഭേദമാകും. പൂർവാധികം നന്നായി തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല.